ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാറിൽ ഏർപ്പെടുമോ എന്ന ചോദ്യം ലോകമെങ്ങും നിഴലിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട ഇറാനുമായി ഒരു ചർച്ചയുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. തന്റെ ഭരണകൂടം ഇറാനുമായി ചർച്ചകളിൽ ഏർപ്പെടുകയോ ഒരു തരത്തിലുള്ള സഹായം വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്നില്ലെന്നാണ് ട്രംപ് തറപ്പിച്ചു പറയുന്നത്. അതുപോലെ തന്നെ ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം കാര്യമായി ഏശിയില്ലെന്നും ഖത്തറിലെ സേനാ താവളങ്ങളിൽ നടത്തിയ ആക്രമണം USന്റെ മുഖത്തടിക്കും പോലെ ആയിരുന്നുവെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇറാനുമായുള്ള ചർച്ചകളുടെ തന്നെ ഭാവി കൊട്ടിയടയ്ക്കുകയാണ് ഇരു രാജ്യങ്ങളും ചെയ്തു വരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക പൂർണ്ണമായും ഇല്ലാതാക്കിയതായി ഒരിക്കൽ കൂടി ട്രംപ് അവകാശപ്പെട്ടു. പെന്റഗൺ പോലും ഇത് തള്ളി റിപ്പോർട്ട് പുറത്തുവിട്ട സാഹചര്യത്തിലാണ് ട്രംപിന്റെ വീരവാദം. ഇറാന്റെ ആണവശേഷിയെക്കുറിച്ചുള്ള നിലവിലെ വിലയിരുത്തലുകൾക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ് ട്രംപിന്റേത്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ US ആക്രമണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രവുമല്ല, ലോകം ആ സത്യം അംഗീകരിച്ചിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് UN ആണവ നിരീക്ഷണ മേധാവി പോലും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ സിവിലിയൻ ആണവോർജ്ജ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി $30 ബില്യൺ വരെ സഹായം ലഭ്യമാക്കാനുള്ള പദ്ധതി ട്രംപ് ഭരണകൂടം സ്വകാര്യമായി മുന്നോട്ട് വച്ചതായി അമേരിക്കൻ മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന. വ്യാജ വാർത്തകളെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഈ റിപ്പോർട്ടുകൾ പാടെ തള്ളിക്കളയുകയായിരുന്നു. ഇറാനുമായി ആണവ കരാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖമേനിയെക്കുറിച്ച് ട്രംപ് അല്പം കൂടി ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ധാർഷ്ട്യത്തോടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതും സമീപഭാവിയിൽ ഒരു കരാറിനുള്ള വാതിൽ തുറന്നിടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇറാനോടുള്ള പകയുടെ കാരണവും. എന്നാൽ ഇസ്രയേലിന്റെ ഇറാനിലേക്കുള്ള വ്യോമാക്രമണങ്ങൾ ഇപ്പോഴത്തെ ചർച്ചകൾക്ക് തടസ്സമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചർച്ചകൾ ഒടുവിൽ പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജൂൺ 25-ന് പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ ആവശ്യങ്ങൾ നിരസിച്ചിട്ടുണ്ട്. ഒരു കരാർ രൂപമെടുക്കാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. എന്നാൽ US നൽകുന്ന സാമ്പത്തിക ഇളവുകളും ഇറാൻ പ്രകടിപ്പിക്കുന്ന സമാധാന അന്തരീക്ഷവും ഒന്നിച്ചു നോക്കിയാൽ ഭാവിയിൽ മാറ്റങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കരാറിന്റെ ഭാവിയാണ് ഏഷ്യൻ എണ്ണവിലയും ഗൾഫ് മേഖലയിലെ സുരക്ഷയും പോലും നിർണ്ണയിക്കുക. ആണവ കരാർ ഉണ്ടാകുമോ എന്നത് ഇനി അടുത്ത മാസങ്ങളിലെ രാഷ്ട്രീയ നയപരമായ നീക്കങ്ങൾ തീരുമാനിക്കും.